ഇതിൽ എന്താണ് ഇതിൽ ഒരു 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 കോമൺ സെൻസ് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ജനങ്ങളെ വെടിയാക്കുക. ഈ UDF LDF പറഞ്ഞാൽ പിന്നെ അതിന്റെ ഒപ്പം ഈ TMCയും ഇവരിങ്ങനെ അവരൊരു പഴയ ഒരു 60 കൊല്ലം നടക്കുന്ന ഒരു എന്താ പറയാ ഒരു ഓപ്പർച്യൂണിസ്റ്റിക് പോളിറ്റിക്സ് ആണ് അവർ ചെയ്യുന്നത്. ഇന്നും അവർ അതാണ് ചെയ്യുന്നത്. ഒരു 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 ലക്ഷ്യം, ഒരു ജനങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് വികസനത്തിനെ കുറിച്ചോ യുവാക്കൾക്ക് ഒരു വിദ്യാഭ്യാസവും തൊഴിലും അവസരങ്ങളെ പറ്റി ഒന്നും പറയുന്നില്ല. ഇങ്ങനെ അവരെ ആ പഴയ 60 കൊല്ലം നടന്ന ഒരു തെറിയും വിമർശവും നുണയും ജനങ്ങളെ വിഡ്ഢിയാക്കി വാഗ്ദാനം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം ഇന്നും അവർ ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ BJP NDA തീരുമാനിച്ചു ഇതൊരു ചാലഞ്ചായിട്ട് എടുക്കണം. നിലമ്പൂർ നമ്മൾ മൊത്തം കേരളയിൽ വികസിത കേരളം എന്ന സന്ദേശം ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇവിടെ വികസിത നിലമ്പൂരിന്റെ ഒരു മെസ്സേജും മുമ്പോട്ട് വെക്കണം. ജനങ്ങൾക്ക് അത് കേൾക്കണം. അത് അവരുടെ മുമ്പിൽ വെച്ച് അവർക്കൊരു കേൾക്കാനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, അവസരം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് നമ്മുടെ കാൻഡിഡേറ്റ് ആയിട്ട് ഇന്ന് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഈ വികസന സന്ദേശം വീട് വീടായിട്ട് കയറിയിട്ട് പറയും. ഇതാണ് NDAന്റെ കഴിവും, ഇതാണ് NDAന്റെ താല്പര്യവും, ഇതാണ് NDAന്റെ കാഴ്ചപ്പാടും. അത് മുമ്പോട്ട് വയ്ക്കും. എന്നിട്ട് ജനങ്ങൾ തീരുമാനിക്കും. എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയിലേക്ക് എത്തിയത്? ഇപ്പം LDF ആരോപിക്കുന്നത് UDF സ്പോൺസർ ചെയ്ത BJP സ്ഥാനാർത്ഥി എന്നതാണ്. അല്ല, ഇതില് എനിക്ക് പറയാനുള്ളത് 10 കൊല്ലം ഭരിച്ച LDF, 10 കൊല്ലം ഇവിടുത്തെ MLA LDFന്റെ ആയിരുന്നു, 10 കൊല്ലം സർക്കാരും LDFന്റെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് അവർ എന്ത് ചെയ്തു എന്ന് പറയാനൊന്നുമില്ല. ഞങ്ങളുടെ കാൻഡിഡേറ്റ് എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, അതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനൊരു ആഗ്രഹം, നിങ്ങൾ ചെയ്തത് എന്താണെന്ന് പറയാ ജനങ്ങളോട്. നിലമ്പൂരിൽ എന്ത് നടന്നു, എന്താണ് നിലമ്പൂരിൽ ജനങ്ങൾക്ക് ഗുണം ചെയ്ത കാര്യങ്ങൾ ഒന്ന് പറയൂ. ഇതൊരു അവസരമല്ലേ ഇലക്ഷന്റെ. അത് പറയാണ്ടേ ഞങ്ങളുടെ കാൻഡിഡേറ്റ് എവിടുന്ന് വന്നു, ആരാണ്, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഞങ്ങളുടെ പാർട്ടിയിൽ വികസിത കേരളം എന്ന കാഴ്ചപ്പാടും വികസിത കേരളം എന്ന ലക്ഷ്യം അതിൽ വിശ്വസിക്കുന്ന എല്ലാവരും സ്വാഗതമാണ്. അത് ലെഫ്റ്റിൽ നിന്നും വരും, കോൺഗ്രസിൽ നിന്നും വരും. നമ്മൾ കാണുന്നുണ്ടല്ലോ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് കോൺഗ്രസ് ഓരോന്ന് പറയുമ്പോൾ കോൺഗ്രസ്സുകാരെന്നെ പറയുന്നു എല്ലാ നാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ അവരുടെ ഈ പഴയ രാഷ്ട്രീയം, ഈ അവസരവാദം ഉള്ള ഒരു രാഷ്ട്രീയം, അത് ജനങ്ങൾ മടുത്തു. അപ്പോൾ എനിക്ക് പറയാൻ ഇതാണ്, ഞങ്ങളുടെ കാൻഡിഡേറ്റ് ഞങ്ങൾ തീരുമാനിച്ചോളാം. NDAയിൽ നേതാവുമാരുണ്ട്, തലച്ചോറുണ്ട്. എന്താണ് ശരി, എന്താണ് തെറ്റ്, ഞങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റിനെ കുറിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ പറയാ 10 കൊല്ലം ഇവിടെ MLA LDFന്റെ ആയിരുന്നു, 10 കൊല്ലം നിങ്ങൾ ഭരിച്ചു, നാട് ഭരിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു, അത് ജനങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളും ചോദിക്കും. LDF ഇന്നലെ മുഖ്യമന്ത്രി വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ക്ലീൻ ഇമേജ് ഉള്ള സ്ഥാനാർത്ഥിയാണ്, ക്ലീൻ ആയ ആളാണ്. പക്ഷെ താങ്കൾ മുമ്പേ പറഞ്ഞു ഇവിടുത്തെ എല്ലാ സ്ഥാനാർത്ഥികളും ശരിയായ ദിശാബോധം ഇല്ലാത്തവരായതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ക്ലീൻ? ശബരിമലന്റെ സമയത്ത് പ്രീണരാഷ്ട്രം ചെയ്ത് ആരാണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ ക്ലീൻ എന്ന് പറഞ്ഞ് ആരാണ് ഈ ഡിഫൈൻ ചെയ്യുന്ന ക്ലീൻ? ഞാൻ പറയണോ ആരുടെ മകളുടെ കമ്പനിയിലാണ് കാശി എവിടുന്ന് വന്നു എന്ന് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇത് എങ്ങനെ ക്ലീനായി? സ്ഥാനാർത്ഥി ക്ലീൻ ആണെന്നാണ്. അപ്പോ CPM ക്ലീൻ അല്ല, സ്ഥാനാർത്ഥി ക്ലീൻ ആണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ക്ലീൻ അല്ല, സ്ഥാനാർത്ഥി ക്ലീൻ ആണ്. ഇത് പുതിയൊരു രാഷ്ട്രീയമാണോ? അങ്ങനെയല്ലല്ലോ നടക്കുന്നത്. ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിൽ എങ്ങനെ ഇത്ര അഴിമതി? കോൺഗ്രസും ലെഫ്റ്റിലും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. കോൺഗ്രസ് ആയിരുന്നു അഴിമതിന്റെ പാർട്ടി. എങ്ങനെ ഈ രണ്ട് പാർട്ടിയിലും ഇപ്പോൾ ഒരു വ്യത്യാസമില്ല? ഇവിടെയുണ്ട് രാജവംശം, അവിടെയുണ്ട് രാജവംശം, ഇവിടെയുണ്ട് അഴിമതി, അവിടെയുണ്ട് അഴിമതി. അവിടെ ഒന്നും ചെയ്തിട്ടില്ല. ജനങ്ങൾ അവസരം കൊടുക്കുമ്പോൾ ഒന്നും ചെയ്യില്ല, ഇവിടെയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂരൊക്കെ നടന്ന സമയത്ത് യുദ്ധം ആവശ്യമില്ല എന്ന് ചൂണ്ടിക്കാട്ടി സ്വരാജ് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനൊക്കെ പല BJP നേതാക്കളും വിമർശിച്ചിരുന്നു. ഈ കാര്യങ്ങളടക്കം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടാകുമോ? ഇല്ല, അതെല്ലാം ജനങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾ പറയാൻ പോകുന്നത് വികസനം. ഇവിടെ നടക്കാത്ത 60 കൊല്ലം ഈ LDFും UDFും ഭരിച്ച് മാറി മാറി ഭരിച്ച് ജനങ്ങളുടെ വിശ്വാസം കൊടുത്ത് വാഗ്ദാനം കൊടുത്ത് വോട്ട് കിട്ടി ജയിച്ച MLAs എന്ത് ചെയ്തില്ല എന്ന് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കും. ഞങ്ങൾ 11 കൊല്ലം ജനങ്ങൾ ഒരു അവസരം കൊടുത്തപ്പോൾ നരേന്ദ്രമോദിജി നാടിന് വേണ്ടി എന്ത് ചെയ്തു അതും ഞങ്ങൾ പറയും. ഇവിടെ ഞങ്ങളുടെ കാഴ്ചപ്പാട് അതിനെക്കുറിച്ചും ഞങ്ങൾ പറയും. അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്.
സ്വരാജോ പിന്നെ ഷൌക്കത്തോ അവര് എന്ത് ചെയ്തു, എന്ത് ചെയ്തില്ല, എന്ത് പറഞ്ഞു, എന്ന് പറഞ്ഞില്ല, അത് ജനങ്ങൾക്കറിയാം. അപ്പൊ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഈ ലാസ്റ്റ് ഒരു ചോദ്യം കൂടി, ഈ രണ്ട് മുന്നണികളും പരസ്പരം പറയുന്നത് ഈ BJP CPM കൂട്ടുകെട്ടാണ്, അല്ലെങ്കിൽ CPM പറയും BJP കോൺഗ്രസ് കൂട്ടുകെട്ടാണ്. ഇപ്പോഴും ഈ കൂട്ടുകെട്ടും ഞാൻ പറയട്ടെ, ഇതില് ഈ ജനങ്ങൾ വിഡ്ഢികളല്ല. ആരാണ് ഇതുവരെ ഡൽഹി പോയി ചായയും പരിപ്പുവടയും കഴിച്ച് ഇന്ത്യ അലയൻസിന് 2 പാർട്ട്ണറായിട്ട് ഇതുവരെ ഒരു കൊല്ലല്ല, ഒരു 4-5 കൊല്ലമായിട്ട് ആരാണ് പ്രവർത്തിക്കുന്നത്? BJP ആണോ? അല്ലല്ലോ, അത് ലെഫ്റ്റും കോൺഗ്രസ് അല്ലേ. ഏത് 2 പാർട്ടീസാണ് ഒരു ഇലക്ഷൻ അലയൻസിൽ? തെലങ്കാനയിൽ, തമിഴ്നാട്ടിൽ, വെസ്റ്റ് ബംഗാളിൽ ആരാണ് അലയൻസിൽ? ലെഫ്റ്റും കോൺഗ്രസ് അല്ലേ. എന്നിട്ടാണ് ഞങ്ങൾ CPM-ന്റെ അടുത്ത്. നിങ്ങളാണ് തുടർ ഭരണത്തിന് കാരണമാക്കിയത്. അടുത്തൊരു ഭരണത്തിലേക്ക് BJP CPM-നെ കൈപിടിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അത് പറയുന്നത് ആൾക്കാർ പറയല്ലോ, അത് എന്തെല്ലാം പറയല്ലോ. അപ്പൊ അത് രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ 26 ലെവലിൽ ടെററിസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്നില്ല എന്ന്, അതും പറഞ്ഞല്ലോ. ഇതല്ലേ അതേ കോൺഗ്രസ് പാർട്ടിയല്ലേ. അവർ പറയുന്നത് കുറെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം അസത്യമാണെന്ന്. ഒരേപോലെ തന്നെ നിങ്ങളുടെ വലിയ ശത്രുക്കളാണ്, രാഷ്ട്രീയ ശത്രുക്കൾ. ഞങ്ങളുടെ ഐഡിയോളജിയും CPM-ന്റെ ഐഡിയോളജി, ഞങ്ങളുടെ ഐഡിയോളജിയും കോൺഗ്രസിന്റെ ഐഡിയോളജി ഒരു ഇഞ്ചോ ഒരു മില്ലിമീറ്ററിന്റെ ഒരു സിമിലാരിറ്റി ഇല്ല. ഞങ്ങൾ ജനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 11 കൊല്ലം നരേന്ദ്രമോദിജി സബ്കാ സാത്ത് സബ്കാ വികാസ് പറഞ്ഞ് അധ്വാനിച്ചൊരു പ്രധാനമന്ത്രിയാണ്, അത് പാർട്ടിയാണ്. ഞങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുത്തത്. വൻ ഭൂരിപക്ഷം ജയിക്കും അല്ലേ? ഞങ്ങൾ അധ്വാനിക്കും, ജനങ്ങളുടെ മുമ്പിൽ ഇത് വെക്കും, ജനങ്ങൾ തീരുമാനിക്കും ആരാണ് ജയിക്കാൻ പോകുന്നത്. എന്തായാലും അതാണ്, ജനങ്ങൾ തീരുമാനിക്കും വിജയം, ആര് നേടും, ആര് തുണയ്ക്കുമെന്നത്. മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് കളത്തിലിറക്കിയിരിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു.